നമസ്തേ. രാമായണം, ആ വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. നമ്മുടെ രാവിൻ്റെ പ്രത്യേകത ഇരുട്ടാണ്. നമ്മുടെ മനസ്സിലെ ഇരുട്ട് മാറ്റിക്കളയണം. അത് അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റി ആത്മപ്രകാശം പ്രദാനം ചെയ്യുന്ന ഏറ്റവും ഉത്തമമായ ഗ്രന്ഥമാണ് ശ്രീമദ് രാമായണം. നമ്മൾ ശ്രീമദ് രാമായണം, ശ്രീമദ് ഭാഗവതം, ശ്രീമദ് ഭഗവത്ഗീത എന്നൊക്കെ നമ്മൾ പ്രതിപാദിക്കാറുണ്ട്. എന്താ ശ്രീമദ്? യാതൊന്നിനേക്കാൾ ശ്രേഷ്ഠമായി ഭൂമിയിൽ മറ്റൊന്നില്ലയോ? അതിന് നമ്മൾ പ്രയോഗിക്കുന്ന ശബ്ദമാണ് എന്ത്? ശ്രീമദ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ആധ്യാത്മിക മോക്ഷശാസ്ത്രം പാരായണം ചെയ്യണം. നമ്മുടെ ഉള്ളിലെ ഇരുട്ട് മായണം. അതിന് നമ്മളൊക്കെ ഗുരുവന്ദനം നടത്തുമ്പോൾ നിരന്തരം ജപിക്കാറുണ്ട്. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. നമ്മുടെ മനസ്സിനെ, നമ്മുടെ കണ്ണിന് ബാധിക്കുന്ന ഒരു രോഗമാണ് തിമിരം. അപ്പോൾ പഴയകാലത്ത് ഈ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ഒരു പാട വന്ന് മൂടും, കണ്ണിൻ്റെ കാഴ്ച കുറയും. ഇതിന് നമ്മൾ പറയുന്നതാണ് തിമിരം എന്നാണ് പറയുക. അന്നത്തെ കാലത്ത് നമ്മുടെ ആയുർവേദ ആചാര്യന്മാർ ചെയ്തിരുന്നത് ഈ അഞ്ജനം അത് ചാലിച്ച് കണ്ണിലെഴുതി ആ കണ്ണിപ്പാട ഉരുകി മാറും ഈ തിമിരം. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. അജ്ഞാന തിമിരാന്തസ്യ, അജ്ഞാനമാകുന്ന തിമിരം മനക്കണ്ണിന് ബാധിക്കുമ്പോൾ ജ്ഞാനമാകുന്ന അഞ്ജനം ആ കണ്ണിലെഴുതി കണ്ണു തുറപ്പിക്കുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ തന്നെ സാരം. അപ്പോൾ ഇതിൽ രാമായണം അത്യുത്തമമാണ്. നിത്യേന രാമായണം പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് എല്ലാവിധ ശ്രേയസ്സും പ്രേയസ്സും പ്രദാനം ചെയ്യും. അത് എല്ലാവരും ഇപ്രാവശ്യം കർക്കിടക മാസം ആചരിക്കേണ്ടതാണെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. നമസ്തേ.